അവനെന്താ ഇത്രയും നേരോട്ട് വരാത്തത്? മുകുന്ദന് നല്ല തിരക്കുണ്ടാവും. പണ്ടത്തെ പോലെ അല്ലല്ലോ, ആളിപ്പോ ഒരു മജിസ്ട്രേറ്റ് അല്ലേ. ഓ ശരിയാ, ഞാൻ ചിലപ്പോ അതങ്ങ് മറക്കും. ഗിരി, മുകുന്ദൻ വന്നാൽ ഉടനെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യണം. ആക്രമിച്ചവർ സംസ്ഥാനം വിട്ടു കാണും. അവരെ കൈ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും ഔദ്യോഗികമായിട്ടൊരു പരാതി നൽകണമെന്ന് ഞാനാ മുകുന്ദനോട് പറഞ്ഞത്. അതെന്തായാലും നന്നായി. ഇതുകൊണ്ട് സ്വപ്നയ്ക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവളുടെ ജാമ്യം തന്നെ റദ്ദാകാം. എന്റെ അനിയത്തി ആയതുകൊണ്ട് അവള് ചെയ്ത തെറ്റിന് നേരെ കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റില്ല. ശരി, ഞാൻ അകത്തുണ്ടാകും. ഗിരിയേട്ടൻ ചെയ്യുന്ന തന്നെയാ ശരി. മുകുന്ദനെത്തിയല്ലോ. മഹിമേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേക്കണ്ട. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേ ഇങ്ങോട്ട് ചോദിക്ക്. എന്താടാ? ഏയ് ഒന്നുമില്ല, വാ നമുക്ക് പരാതി കൊടുക്കാം. അങ്ങനെ ഒഴിഞ്ഞു മാറരുത്. വക്കീല് ചെയ്ത് എന്താണെന്ന് ഇവരും കൂടെ അറിയണ്ടേ? എന്താ മോളെ കാര്യം? ഇന്ന് രാവിലെ ഗോപാലിനെ പോയി കണ്ടിട്ട് വക്കീലിന്റെ വരവ്. എന്നിട്ട് ആയക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചോ? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേനെ. അയാളുടെ മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടാ വക്കീൽ വന്നിരിക്കുന്നത്. ഇവൾ എന്തൊക്കെയായി പറയുന്നേ? സഞ്ജുവിന്റെ കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റാനുള്ള അവരുടെ അപേക്ഷ ഞാൻ സ്വീകരിച്ചു. വേറെ ഏതെങ്കിലും മജിസ്ട്രേറ്റിനെ കിട്ടിയ സഞ്ജുവിന് പുഷ്പം പോലെ ജാമ്യം കിട്ടും. അവനെതിരെ ആഞ്ഞടിക്കാൻ പറ്റിയ ഒരു അവസരമാ വക്കീൽ കളഞ്ഞു കുളിച്ചത്. അതെ, അങ്ങനെ വ്യക്തിവൈരാഗ്യം തീർക്കാനല്ല ഞാൻ മജിസ്ട്രേറ്റ് ആയത്. എന്നാലും നീ ഒഴിഞ്ഞു മാറണ്ടായിരുന്നു. ഞാനായിട്ട് മാറിയില്ലെങ്കിലേ മഹിമ ആ കേസിൽ ഇരയായതുകൊണ്ട് മേൽക്കോടതിയിൽ നിന്ന് എന്നോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അവരായിട്ട് മാറ്റുന്നതിൽ അന്തസ് സ്വയം ഒഴിഞ്ഞു മാറുന്നതല്ലേ. പക്ഷേ വക്കീൽ ഒഴിഞ്ഞു മാറിയത് ഗോപാലൻ കൊല്ലാൻ വീട്ടിലേക്ക് ആളുകളെ വിട്ടത് കണ്ട് പേടിച്ചിട്ടാന്ന് അവർ കരുതും. എടോ, അവരെന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ, എനിക്കത് വിഷയമൊന്നുമല്ല. തനിക്ക് ഞാൻ പേടിച്ചും തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ പേടിയുണ്ടെങ്കിലേ അയാൾക്കെതിരെ പരാതി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പണ്ടത്തെ പോലെ വെറും ഒരു വക്കീലൊന്നുമല്ല. ഒരു സാധാരണക്കാരനെ പോലെ പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനേ നിയമത്തെ ബഹുമാനിച്ചേ പറ്റൂ. അത് തനിക്കും ബാധകമാണ്. മൂന്നും പറഞ്ഞാലും കാര്യമില്ല മോളെ. കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ വക്കീൽ അന്ന് കോടതി ചെയ്ത പോലെ മാസായി സഞ്ജുവിന് പണി കൊടുക്കാനുള്ള അവസരം കളഞ്ഞതിലാ എനിക്ക് വിഷമം. അങ്ങനെയുള്ള അവസരങ്ങൾ ഇനിയും മുകുന്ദന് കിട്ടും. നീ വാ.